അങ്ങനെ ഒരു 4-5 മണിക്കൂറത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങളിതാ കൊടൈക്കനാൽ എത്തിയേക്കുവാണ്. സത്യം പറഞ്ഞാൽ നല്ല ടയേർഡുമാണ്. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല മഴയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ലേക്കിൻ്റെ കൊടൈക്കനാൽ ലേക്കിൻ്റെ സൈഡിലൂടെ കുറച്ചേരം നടക്കാമെന്ന് വിചാരിച്ചു. സോ ഗൈസ്, ഇതാണ് കേട്ടോ കൊടൈക്കനാൽ ലേക്ക്. ഈ വീഡിയോയിൽ കാണുന്നതിൽ അടിപൊളിയാണ് കേട്ടോ ഈ ലേക്ക് ഡയറക്റ്റ് കാണാൻ. ബോട്ടിംഗ് ആണ് കേട്ടോ ലേക്കിലെ മെയിൻ അട്രാക്ഷൻ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ബോട്ടിംഗ് ചാർജസ്. നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ ഒരു അഡ്വാൻസ് കൂടെ അവർ കളക്ട് ചെയ്യും. നമ്മൾ കറക്റ്റ് ടൈമിൽ ഈ ബോട്ട് തിരിച്ചെത്തിക്കുകയാണെങ്കിൽ ആ അഡ്വാൻസ് നമുക്ക് റീഫണ്ട് ചെയ്തു തരുന്നതായിരിക്കും. അതല്ല ലേറ്റ് ആക്കുകയാണെങ്കിൽ നമ്മൾ കൊടുത്ത് അഡ്വാൻസ് ചെയ്യുന്ന അവർ അഡീഷണൽ എമൗണ്ട് പിടിക്കുന്നതായിരിക്കും. ടൈമിംഗ് ഉണ്ട് കേട്ടോ, 4:30 വരെ എങ്ങാണ്ടാണ് മാക്സിമം നമുക്ക് അലൗഡ് ഉള്ളൂ. 4:30 ശേഷം നമ്മൾ ടിക്കറ്റ് ചോദിച്ചാൽ തരില്ല കേട്ടോ. വി വെർ സോ ടയേർഡ് ടു ട്രൈ ദിസ് ഔട്ട്. സോ ഈ പാട്ട് ഞങ്ങൾ സ്കിപ്പ് ചെയ്തു. ഞങ്ങൾ ഇതിലേക്കൂടെ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. ഞങ്ങൾ വന്നപ്പോൾ അറൗണ്ട് 5 മണിയായി. വന്ന ടൈമിൽ നിറയെ ഫുള്ള് മഴയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ള് ചെളിയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ബോട്ട് റൈഡിങ് പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ടൈം തീർന്നു പോയതുകൊണ്ട് ഇനി അത് നടക്കില്ല. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഒന്ന് സൈക്കിളൊക്കെ എടുത്തൊന്ന് ചുറ്റാന്ന് വിചാരിക്കുന്നു. നമുക്ക് ആദ്യം സൈക്കിളിൻ്റെ റെൻ്റ് എത്രയാണെന്ന് ചോദിച്ചിട്ട് വരാം. ബാ, ഞങ്ങൾ സൈക്കിളിൻ്റെ റെൻ്റ് എത്രയാണെന്ന് ചോദിക്കാൻ പോവാണ്. ബ്രേക്കൊന്നും ഇല്ല കേട്ടോ വണ്ടിക്ക്. കുതിരയ്ക്കും ബ്രേക്കില്ല, സൈക്കിളിലും ബ്രേക്കില്ല. എത്ര അവറാ? ഹാഫ് അവറോ? ഒന്നും അങ്ങനെയൊന്നും ഇല്ല, 1 അവർ. ഇതിലേക്ക് ഇറങ്ങിയിട്ട് വരാം. ഇതിലേക്ക് പോവാം. ആ സൈക്കിള് 150 ഞങ്ങളൊരു 150 രൂപ പറഞ്ഞ് ഈ സൈക്കിൾ അങ്ങ് ഉറപ്പിച്ചു. 1 മണിക്കൂർ നേരത്തേക്ക് 150 രൂപ. ഇനി കുറച്ച് നേരം സൈക്കിളിൽ കറങ്ങാം. ഇത് അടിപൊളി കോമഡി ആവാതിരുന്നാൽ മതി. മോളൂട്ടി അവിടെ പൈസ അടയ്ക്കുവാണ്. നമ്മൾ രണ്ടുപേരും കിട്ടണമെങ്കിൽ താങ്കൾ ഫണ്ടിൽ എടുക്കേണ്ടി വരും. അപ്പോൾ ബാലൻസ് നേരെ പോയി അങ്ങനെ നോക്കാൻ പറ്റില്ല. ഇങ്ങനെ പിടിച്ചേ എന്റെ പിന്നെ അത് നല്ല ടഫായിരുന്നു കേട്ടോ. ഇപ്പൊ ഈസിയായി വരുന്നുണ്ട്. തണുപ്പിടിക്കാതെ ബ്രേക്കൊന്നും ഇല്ല കേട്ടോ. സോ ഞങ്ങൾ രണ്ടുപേരും സൈക്കിളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ട് ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ മെയിൻലി ഈ ലേക്കിന് ചുറ്റുമാണ് കറങ്ങുന്നത്. ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ചവിട്ടി ഒന്ന് ഒരു സെറ്റാവാൻ. പക്ഷെ ഇപ്പോൾ എല്ലാം റെഡിയായി അല്ലേ? ഒരേപോലെ ചവിട്ടിയാൽ മതി. അയ്യോ, 2 പിടി. അതായത് നമ്മൾ നടക്കാൻ തുടങ്ങിയാൽ ഇത് നടന്ന് പിന്നെ ടയർഡ് ആവൂലല്ലോ. ഇത് പിന്നെ ഇച്ചാൻ ചവിട്ടുന്നു, ഞാൻ പിന്നെ നമ്മളെന്താ കഴിക്കുവോ? ചെളിയുണ്ടേ. സോ അങ്ങനെ ഞങ്ങൾ ചവിട്ടി കുറേ എത്തി. ഇനി ബാക്കിയും കൂടെ ഒന്ന് ചവിട്ടാനുണ്ട്. അപ്പോൾ ശരി, 2 പരിപാടിയും കൂടെ നടക്കത്തില്ല. അപ്പോൾ ടാറ്റ. ഈ പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ചെയ്യുമ്പോൾ അടുത്ത പരിപാടി ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ വീഡിയോ ഉണ്ടാക്കാം. എടാ മോനെ, അടിപൊളി ലേക്ക്. ഞങ്ങൾ ചവിട്ടി ലേക്കിൻ്റെ ഏകദേശം പകുതി എത്തി. താറാവാണത്? അതല്ല, അയ്യോ നീന്തുന്ന സാധനം. ഈ ലേക്ക് ഒരു സ്റ്റാർ ഷേപ്ഡ് ലേക്കാണ്. ഇങ്ങോട്ട് നോക്കി. സോ ഈ ലേക്ക് ഒരു സ്റ്റാർ ഷേപ്ഡ് ആണ്. നക്ഷത്രം പോലെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ്. ആവറേജ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ നോക്കി കാണാൻ പറ്റും. സോ ഞങ്ങൾ ഞങ്ങളുടെ സൈക്കിളിലൂടെ പാർക്ക് ചെയ്തിട്ട് ആ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കാൻ പോവാം. 2 പേരെ ചവിട്ടുന്നെങ്കിലും സൈക്കിളിന് മുന്നോട്ട് പോകാൻ 3 പേരുടെ ശക്തിയാണ്. അത് മനസ്സിലാക്കി ഞങ്ങൾ വണ്ടി തിരികെ കൊടുത്ത് നടക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ചീസ് ഷോപ്പുണ്ട്. നമുക്ക് കുറച്ച് ചീസ് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം അല്ലേ? സോ
ഞങ്ങൾ 2 ചീസ് എടുത്തു. ക്രീം ചീസ് ട്രൈ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ നല്ല എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഇന്ന് ലക്കി ആയിരുന്നു. ഇന്ന് തൊട്ട് GST കുറയുന്നതുകൊണ്ട് ലൈക്ക് മേ ബി ഒരു 5% ഡിസ്കൗണ്ടും കിട്ടി. ഓക്കെ, സോ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും അല്ലേ. നമ്മുടെ നാട്ടിലൊന്നും ഇത് കിട്ടില്ലല്ലോ. പക്ഷെ അവരൊരു ട്രൈ ചെയ്യാൻ കുറച്ച് അത് ശരിയായിരുന്നു. ഒന്ന് ട്രൈ ചെയ്യാൻ വെക്കേണ്ടായിരുന്നു. ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബ്രെഡ് വാങ്ങുക, എന്നിട്ട് ഈ ചീസും കൂട്ടി കഴിക്കുക അല്ലേ. അങ്ങനെ ഇരുട്ടായി തുടങ്ങി, അതോടെ തണുപ്പും കുറേശ്ശെ കൂടി തുടങ്ങി. ഇനി സ്വെറ്ററൊക്കെ ഇട്ട് ഒന്ന് കറങ്ങണം ഈ ലേക്കിന് ചുറ്റും. ഇവിടെ അന്വേഷിച്ചതും പ്രത്യേകിച്ച് കൊടൈക്കനാൽ ഈ ലേക്ക് ഒഴികെ വേറെ ഒന്നും ഈ ഭാഗത്ത് കാണാനില്ല. പക്ഷെ ഇവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞൊന്നും കിട്ടില്ല. ഒരു ടൈം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാം ക്ലോസ് ആവും. പക്ഷെ എന്നാലും ഒന്ന് വാണ്ടർ ചെയ്യാൻ അടിപൊളിയാണ്. ചുമ്മാ ഒരു കാര്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തണുപ്പത്തോടെ നടക്കാൻ ഒരു വൈബ് തന്നെയാണത്. സോ അങ്ങനെ ഞങ്ങൾ നടന്ന് ഞങ്ങളുടെ കാറിൻ്റെ അടുത്തെത്തി. ഇനി വണ്ടിയിൽ നിന്ന് സ്വെറ്ററൊക്കെ എടുത്ത് ബാക്കിയൂടെ എക്സ്പ്ലോർ ചെയ്യണം. സോ കുറേശ്ശെ തണുപ്പ് തുടങ്ങി. അപ്പോൾ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ചുമ്മാ കൊടൈക്കനാലിലൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. തേരപ്പാറ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. കൊടൈക്കനാൽ ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. നിറയെ വണ്ടികളുണ്ട്. സോ ദാറ്റ്സ് ഇറ്റ്. കൊടൈക്കനാൽ ആ ഒരു സെൻറ്റർ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ല. ജസ്റ്റ് മേ ബി ആ കൊടൈക്കനാൽ ലേക്കും പിന്നെ ഈ ഒരു മാർക്കറ്റ്. സോ അങ്ങനെ ഞങ്ങളുടെ കൊടൈക്കനാൽ ടൗണിലുള്ള കറക്കം കഴിഞ്ഞു. ഇനി നാളെയാണ് അടുത്ത പരിപാടി. അപ്പോൾ ഇന്ന് എവിടെയെങ്കിലും ഒരു സ്റ്റേ ചെയ്യണം. അത് തീരുമാനിച്ചിട്ടില്ല. പിന്നെ അതിൻ്റെ കാര്യങ്ങളാണ്. ബൈ. ഹലോ ഗൈസ്, ഹലോ, ഗുഡ് മോർണിംഗ്. സോ ഇത് ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ് അറ്റ് കൊടൈക്കനാൽ. എണീറ്റതേ ഉള്ളൂ. നല്ല തണുപ്പാണ്, പക്ഷെ കുറേശ്ശെ ചൂടായി വരുന്നുണ്ട്. ക്ലൈമറ്റ് പൊതുവെ തണുപ്പാണെങ്കിലും വെയിൽ വരുന്നതനുസരിച്ച് ചൂട് കൂടി വരുവാണ്. ഇനിയിപ്പോൾ ഫ്രഷ് ആവണം. ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, മ്യൂസിയം കാണണം. അതിനുശേഷം ഗുണ കേവ്സ്, അവിടെ തന്നെയുള്ള പില്ലർ റോക്സും ഡോൾഫിൻ നോസും, രണ്ടും ട്രക്ക് ചെയ്ത് പോകേണ്ട സ്ഥലങ്ങളാണ്. വ്യൂ പോയിൻറ്റ്സുമാണ്. അതിനുശേഷം കൂഗൽ എന്നൊരു സ്ഥലത്തേക്ക് ഒരു ഡ്രൈവാണ്. ഒരു സ്ഥലം കൂടിയല്ലേ നമ്മൾ പോകുന്നത്, എന്താ പൂമ്പാറ കൂഗൽ എന്ന ആ ഒരു ഏരിയയിലൂടെയുള്ള ഡ്രൈവ്. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. ഓക്കെ ഗൈസ്, ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്.